സോ ബേസിക്കലി ആ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിയാണ് ഈ അമ്മ തകർത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞു മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ചുമയും കോൾഡും ഒക്കെ ആയിരുന്നു പ്രശ്നം. സോ ദീർഘനാളായിട്ട് മരുന്നെടുത്തിട്ട് മാറുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. സോ ആ അമ്മ ആദ്യം എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ അസിത്രമൈസിൻ കൊടുത്തു ഡോക്ടർ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞിട്ട് കൊടുത്തു? അപ്പോൾ ഇവർ ഡോക്ടറെ കണ്ടിട്ടൊന്നുമില്ല. മുമ്പ് എപ്പോഴോ ഡോക്ടറെ കണ്ടപ്പോൾ അവർ മറ്റെന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് കുറിച്ച് കൊടുത്തത് എടുത്തു വെച്ചിട്ട് ഇപ്പോഴും ആ കുട്ടിക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ആ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിയാണ് ഈ അമ്മ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയില്ല ആ കുട്ടിക്ക് അപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ, അതുകൊണ്ടാണോ ആ കുട്ടിക്ക് ചുമ വന്നത് എന്നൊന്നും അറിയില്ല. പേരൻസിന് അത് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തർത്ഥത്തിലാണ് അങ്ങനെ കുട്ടിക്ക് ഒന്നും അറിയാതെ ആൻറ്റിബയോട്ടിക്സ് മുമ്പ് എപ്പോഴോ ഡോക്ടർ തന്നത് എടുത്തു വെച്ചിട്ട് കൊടുക്കുന്നത്? കാരണം നമ്മളങ്ങനെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ക്രമേണ കുട്ടിക്ക് ആ ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് ബിൽഡാവുകയും പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുത്താൽ പോലും ഇത് വലിക്കാതെ വരികയൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ കുട്ടിയുടെ ഗട്ടിലുള്ള നല്ല ബാക്ടീരിയനെ അത് നശിപ്പിക്കുകയും കുട്ടിക്ക് ക്രമേണ ഫുഡ് അലർജീസൊക്കെ ഉണ്ടാവാനും ഒക്കെ അത് കാരണമാവും. കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ക്രമേണ കുറയുകയും ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ കുട്ടിയുടെ ആരോഗ്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദയവായി ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ തീരുമാനിക്കട്ടെ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക്സ് വേണോ, കുട്ടിക്ക് മറ്റെന്തെങ്കിലും ആണോ, അലർജി ആണോ എന്നൊക്കെ ഉള്ളത് ഡോക്ടർ പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ദയവായി പേരൻസ് ഇത്തരം കാര്യങ്ങളിൽ ഡിസിഷൻ എടുത്തിട്ട് സ്വയം ചികിത്സ ചെയ്ത് കുട്ടിയുടെ ആരോഗ്യം നശിപ്പിക്കുക.